വെണ്ടയ്ക്ക പാവയ്ക്ക പടവലങ്ങ 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 വെണ്ടയ്ക്ക അവൻ്റെ അല്ലേ എന്തിനാണ് ആവശ്യ ഉത്തരവാദിത്വം എടാ കുട്ടാ നീ അവിടെ പോണടാ എന്റെ വീട്ടിലിത്തിരി ദൂരം മാറിയില്ലടോ. നീ അവിടെ പോണു എടോ ഞാൻ മാർക്കറ്റിൽ സാധനം പിടിക്കാൻ പച്ചക്കറിയൊക്കെ. അത് ശരി. അപ്പൊ ജോലിയൊന്നും ആയിട്ടില്ല? ജോലിയൊന്നും ആയില്ല. നീ എങ്ങോട്ട് പോണ്? ഞാൻ ഒന്ന് ചായ കുടിക്കാൻ ഇറങ്ങിയതാണ്. ഓ ശരി ശരി. ആ നീയും വരണ്ടാ? ഞാൻ ചായ കുടിച്ചോ. വാടാ, ഞാൻ ചായ കുടിച്ചോടാ. എന്നാ എന്റെ ചെലവ്. വാ, എനിക്കൊരു കാപ്പി. അടിപൊളി പടമാണ്. ആ പോയി കാണണോട്ടാ. ഇവന്മാരുടെ ഒരു കാര്യം എന്താ പറയുന്നത്? പോയി കാണ്. എന്തൂള ചായയാണത്. ഞാൻ പോയി പറഞ്ഞിട്ടല്ലോ. ചായക്ക് മധുരം പോരെന്ന് പറഞ്ഞതിന്റെ പേരിൽ ചായക്കടക്കാരൻ യുവാവിനെ മർദ്ദിച്ചു. ആ ഇത് കൊള്ളാം. കൃത്യളവാ. എടാ അളിയാ, എടാ എനിക്കെന്നെ കാണാടാ. നീ എവിടെയാണ്? എത്ര ആളാണ്? ഇതെന്താണ് നിക്കറും ബനിയനൊക്കെ ഉണ്ട്? ഏത് ബീച്ചില്? എടാ കുറച്ച് കള്ള കൊണ്ടത്. ഫോൺ, സൈക്കിൾ, ബൈക്ക്, മാല എന്നിവ മോഷ്ടിക്കുന്ന കള്ളന്മാരായ സഹോദരങ്ങളെ പോലീസ് 6 മാസമായി അന്വേഷിക്കുന്നു. 1 ലക്ഷത്തിലധികം വരുന്ന ഉപകരണങ്ങളാണ് ഇവർ മോഷ്ടിക്കുന്നത്. ഇതുവരെയും കണ്ടുപിടിച്ച് പോലീസിനെ അറിയിച്ചാൽ 70,000 രൂപ ലഭിക്കുന്നതാണ്. ജിജുവിന്റെ മുഖം ഇതുവരെ കണ്ടു കിട്ടിയിട്ടില്ല. നോക്കിയടാ, 70,000 രൂപ. ഇപ്പൊ എന്റെ മോനെ പിടിച്ചു കൊടുത്തെങ്കിൽ ഇപ്പൊ പോക്കറ്റിലിരുന്നേ. ആ ഭാഗ്യൊന്നും എന്റെയും നിന്റെയും പോക്കറ്റിലില്ലടാ. എനിക്ക് പോക്കറ്റേ ഇല്ല. അപ്പൊ പിന്നെ പേടിക്കണം. സൂപ്പർ. എന്തൊക്കെ വെയിലാണ്. എന്താടാ? മഞ്ഞാണെന്ന് പറയാന്നുള്ളത്. എന്തിനാ മനുഷ്യൻ കഷ്ടപ്പെട്ടെടുത്ത എന്താടാ? എന്ത് എടാ എന്തിനാ? ഇയാളാണ് ആ പോണത്. എടാ ആ പോണ പുള്ളിയാണ് ഇവിടെ ചായ കുടിച്ചോണ്ടിരിക്കുന്നത്. ഇയാളെ വല്ല മാരകായതുണ്ടോ? പിന്നെ മാരകായത് വീട്ടിൽ $70,000 മുതലാവുള്ളൂ. വേണ്ട, നമുക്ക് ഞാന്മാരൊന്നും വരുത്തുന്നു. എടുത്തോണ്ട് പോയാൽ മതിയായിരുന്നു. അവന്മാരല്ലേ പോയില്ലേ പണ്ടാരങ്ങൾ? ഹലോ ഹലോ, പോലീസ് സ്റ്റേഷനല്ലേ? ആ ഹലോ. ആ സാറേ, നിങ്ങളൊക്കെ തലകുത്തി അന്വേഷിക്കണ ജിജു കേസിലെ ജിജു ഇല്ലേ?
അവൻ ദേ ഇപ്പം ഞങ്ങളുടെ കൺമുമ്പിലുണ്ട്. പെട്ടെന്ന് വന്നത് ഇപ്പം കിട്ടും. ഞങ്ങൾ അന്താരത്തോണ്ട് അവിടെ ഉണ്ട്. ആ വേമ്പ ഓക്കെ. നമ്മളോട് അവനെ ഫോളോ ചെയ്തുകൊണ്ടിരുന്നോളെ. പെട്ടെന്ന് അല്ല ഞാൻ മൂത്രം. ആ പോസ്റ്റ് പോയി കണ്ടാൽ ഇത് സൈക്കിളിൻ്റെ കേസല്ലല്ലോ. ഇത് സ്കെച്ചാ എനിക്കിട്ടാ ഇതരാ മോനെ. എടാ എടാ പുള്ളിക്ക് മനസ്സിലായി തോന്നണേ. മനസ്സിലാവണമെങ്കിൽ ആവട്ടെ, നമ്മൾ ഉള്ളിനെ പിടിക്കാനല്ല പോണത്. എടാ വെറുതെ റിസ്ക് എടുക്കണം, പോണോ? എൻ്റെ അള്ളിയ ഞാൻ ഇന്ന് അവനെ പൂട്ടൂന്ന് തീരുമാനിച്ചിറങ്ങി. ഞാൻ പൂട്ടിരിക്കും. അല്ല മണിച്ചിത്രതായിട്ട് ഞാൻ പൂട്ടി. ഓക്കേ ഇവന്മാരിത് എവിടെ പോയി കിടക്കണേ? എന്തൊരു നേരം ഒരു കാര്യം പറഞ്ഞത് മനസ്സിലാവില്ല. ഒരു ഉത്തരവാദിത്വമില്ലാത്ത തെണ്ടികൾ ആന്ന്. നീ വേറെ വല്ല വഴിക്കും പോയാ? വെയിറ്റ് എന്തായാലും അവർ വന്നിട്ട് നമുക്ക് കയറാം. പിന്നെ ഇനി എന്തെന്ന് പറ്റിയാ? ഞാൻ ഏതായാലും കയറാൻ പോണു. എടാ അതിൻ്റെ ഉള്ളോട്ടാ. ആ പിന്നല്ലാണ്ട്. എടാ പുള്ളി വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യും. നീ ഒന്ന് പോയേ. ഏതായാലും പോണു. നീയേ ഒറ്റയ്ക്ക് പോണ്ട. നീ പോവാണെങ്കിൽ ഞാൻ നിൻ്റെ കൂടെ വരും. അങ്ങനെ 70,000 രൂപ നീ ഒറ്റയ്ക്ക് ഉണ്ടാക്കണ്ട. ഹലോ എങ്ങടാ? ഇത്ര ആവേശത്തിലങ്ങോട്ട് ചെല്ലാനേ നമ്മൾ CBSE ടോപ്പർ ഉണ്ണിക്കുട്ടനല്ല അടിക്കാൻ പോണത്. എന്നാൽ കുറച്ച് ടഫാവാം. ആ അതൊന്ന് ടഫായി. അത്രയ്ക്ക് അങ്ങോട്ട് ടഫാവണ്ട. ഓറായി പോകും. പറഞ്ഞു